3 ജനറേഷന് ഒരൊറ്റ പോളിസിയിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതാണ് LICയുടെ ജീവൻ ഉമംഗ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് കാറിൽ ഷൂട്ട് ചെയ്യുന്നത്. വെൽക്കം ടു ഇൻഷുറൻസ് കോമ്പസ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ സ്നേഹം മാത്രമാണോ കരുതി വെക്കാറുള്ളത്? അല്ലല്ലേ. നമ്മളുടെ ഒരു ലെഗസി, അതായത് നമ്മൾ സമ്പാദിക്കുന്ന പണമാകാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആകാം, എന്തും ഏതും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് അവരുടെ മുഖവും കൂടെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അതിന് തുടക്കം കുറിക്കാറുള്ളത്, അല്ലേ? ഇവിടെ LICയുടെ ഈ ജീവൻ ഉമംഗ് എന്ന് പറയുന്ന ഒരു പോളിസിയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങളുടെ അടുത്ത 2 തലമുറയ്ക്കും കൂടെയുള്ള കരുതൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഇറ്റ്സ് ഗുഡ്, റൈറ്റ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ നിങ്ങളുടെ ഫാദറിന്റെ പേരിൽ ഒരു കണ്ടീഷണൽ അസൈൻമെന്റ് വഴി ഒരു ജീവൻ ഉമംഗ് എടുക്കുകയെന്ന് വിചാരിക്കുക. ഒരു 1 crore rupees വാല്യൂ ഉണ്ട്. നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന് അദ്ദേഹത്തിന്റെ ലൈഫ് ടൈം ഫുൾ അതിൽ നിന്നുള്ളൊരു പെൻഷൻ ലഭിക്കും. ഇപ്പോൾ ഒരു 15 years അദ്ദേഹം അതിൽ നിന്നുള്ളൊരു ഇൻകം എടുക്കുകയാണെങ്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും. 12 വർഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടും. അതിനുശേഷം നിങ്ങളുടെ ഫാദറിന് അദ്ദേഹത്തിന്റെ ലൈഫ് ടൈം ടിൽ 100 years അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് ടൈം വരെ അദ്ദേഹത്തിന് ഇതേ എമൗണ്ട് തിരിച്ചു കിട്ടുകയാണ്. അപ്പോഴത്തേക്കിനും ഒരു 60 തൊട്ട് 85 വയസ്സ് വരെ, 100 വയസ്സ് വരെ കിട്ടും. 85 വയസ്സ് വരെ നിങ്ങളുടെ ഫാദർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഒരു 2 കോടി രൂപയും മേളിൽ റിട്ടേൺ അതിൽ നിന്ന് കിട്ടി. അതിനുശേഷം നിങ്ങളിലേക്ക് ഒരു 10 crore rupees വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതാണ് LICയുടെ ജീവൻ ഉമംഗ്. ഇതൊരു ഗവൺമെന്റ് ബാക്ക്ഡ് പ്ലാനാണിത്. നമ്മൾ നോർമൽ പോളിസികളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്രീമിയം പേയിങ് ടേമിൽ മാത്രമേ അതിൻ്റെ ഒരു ബോണസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ ഈ ജീവൻ ഉമംഗിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം പേയിങ് ടേം കഴിഞ്ഞാലും ഹാഫ് ബോണസ് വെച്ച് പിന്നെ ആഡ് ആയിക്കൊണ്ടിരിക്കണം. അത് എത്ര നാൾ ആ പൈസ അവിടെ കിടക്കുന്നോ അത്രയും നാൾ ഒരു പ്രോപ്പർട്ടി പോലെ, അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത പോലെ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നതിന് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇൻവെസ്റ്റ് ചെയ്തില്ലല്ലോ എന്നൊരു സങ്കടം മനസ്സിൽ തോന്നിയോ? അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളിത് എടുക്കണം. കാരണം നാളെ നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകരുത്. കാരണം അവരുടെ ഗ്രാൻഡ് ഫാദർ എത്ര ഫോർസൈറ്റോട് കൂടിയുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. 3 തലമുറയ്ക്കുള്ള ഒരു പ്ലാൻ, ഒരു അപ്പൂപ്പൻ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ഒരു കുടുംബത്തിന്റെ കഥയായി മാറി. ജീവൻ ഉമംഗ് ഒരു പ്ലാൻ അല്ല, ഒരു ലെഗസിയാണ്. ഇന്ന് തുടങ്ങൂ നാളെയുടെ സുരക്ഷയ്ക്കായി. പിന്നെ ഇൻഹെറിറ്റൻസ് ടാക്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് വെയിറ്റ് ചെയ്തു. അടുത്ത വീഡിയോ അതിനെപ്പറ്റിയാണ്.